ഹായ് ഫ്രണ്ട്സ്, ഷെസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുറച്ച് അഡീനിയം വെറൈറ്റീസ് വീണ്ടും സെയിലിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലുള്ള വെറൈറ്റീസ് അല്ല, ഇത് വേറെ വെറൈറ്റീസ് ആണ് കേട്ടോ. ചിലത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലത് വേറെ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഒരു 40-ൽ പരം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കോഡുകൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. പിക്ചേഴ്സ് അയക്കരുത്, കോഡ്സ് ആണ് അയക്കേണ്ടത് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് നേരെ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും കണ്ടതിന് ശേഷം മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ പറയുന്നത് അഡീനിയത്തിൻ്റെ കോഡ്സ് ആണ് നിങ്ങൾ അയക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ്, ഡീറ്റെയിൽസ്, എങ്ങനെ എപ്പോഴാണ് അയക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മെസ്സേജ് അയക്കുക കേട്ടോ. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി കേട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം. അപ്പോൾ അത്രയും ടൈം നമുക്ക് ലാഗ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടതിന് ശേഷം മെസ്സേജ് അയക്കുകയെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഈ വീഡിയോയിലും ഈ ഒരു പ്ലാൻസും നമ്മൾ 5 മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 5 ആണ്. പക്ഷേ 5 പ്ലാൻസ് വാങ്ങുന്നവരോട് 5-നും 10-നും കൊറിയർ ചാർജസ് സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ അയക്കുന്നത് കേരളത്തിന് പുറത്ത് നിന്നാണ് കേട്ടോ, കേരളത്തിൽ നിന്നല്ല അയക്കുന്നത്. ഇതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കണ്ട് നമുക്ക് ഓർഡർ തന്ന ആളുകൾക്ക് അയച്ച് കിട്ടിയ ചെടികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് ഇത്. കസ്റ്റമേഴ്സ് എനിക്ക് അയച്ചു തന്ന ഫോട്ടോസാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഡ്രൈ ആക്കിയിട്ടാണ് അയക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ ആക്കി അയക്കുമ്പോൾ ലീവ്സ് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഡ്രൈ ആക്കുമ്പോൾ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ബെയർ റൂട്ടഡ് ആയിട്ട് ഇതുപോലെയാണ് കിട്ടുക. ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് പല ഡൗട്ട്സും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സൈസാണ് കൊടുക്കുന്നത്. ഇത് ചട്ടിയോട് കൂടിയല്ല തരിക, ചട്ടിയോട് കൂടി നമ്മൾ അയക്കില്ല കേട്ടോ. നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റിനെ ഡ്രൈ ആക്കാൻ വെച്ച്, നമ്മൾ പിഴുതെടുത്ത് അതിനെ ഡ്രൈ ആക്കാൻ വെച്ച് നല്ല രീതിയിൽ അതിനെ ഡ്രൈ ആക്കിയിട്ടേ അയക്കുകയുള്ളൂ. അപ്പോൾ ബഡൊന്നും ഉണ്ടാവില്ല, ബെയർ റൂട്ടഡ് ആണ്. ചട്ടി ഇല്ലാതെ ഞാൻ കാണിച്ചു തന്നല്ലോ, അതുപോലെയാണ് അയക്കുക. ഇനി പറയാനുള്ളത് കുറച്ച് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്നും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട കോഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 5 ആണ്. 5 നിങ്ങൾ സെലക്ട് ചെയ്യണം. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഒന്നായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡുകൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടെന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 40-ൽ പരം വെറൈറ്റീസിൻ്റെ കോഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോഡുകൾ നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയയ്ക്കുക. കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. ഇനി കുറച്ച് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്ലാന്റ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ട് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം അയച്ചു കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. പേയ്മെൻറ്റ് ചെയ്താലാണ് നമ്മൾ, അതായത് ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അക്കൗണ്ട് വഴിയും ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്താലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ. അതായത് ഓർഡർ കൺഫേം ആക്കുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അതല്ല ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പോസിബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത ഡൗട്ട് ഒരുവിധം ചോദിച്ചു കണ്ടിരിക്കുന്നത്, അതായത് DTDC വഴിയാണോ അയക്കുന്നത്, പോയി വാങ്ങേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട, നമ്മൾ അയക്കുന്നത് മെയിനായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരും. നമ്മൾ ആമസോൺ ഷിപ്പിംഗ്, പിന്നെ അതുപോലെ ഡെലിവറി കൊറിയർ സർവീസ് ഉണ്ടല്ലോ അവർ, അല്ലെങ്കിൽ E-കാർട്ട്, അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരുന്ന രീതിയിലാണ്. അപ്പോൾ പോയി വാങ്ങണം എന്നുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൊറിയർ ബോയ്സ് കാശ് ചോദിക്കും. അത് നമ്മളുടെ സ്റ്റേറ്റിലല്ല കണ്ടിരിക്കുന്നത്, ഔട്ട്സൈഡ് കേരള കാശ് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ ആർക്കും കാശ് കൊടുക്കരുത്. കൊറിയർ നമ്മൾ ആൾറെഡി കാശ് കൊടുത്ത് അവരെല്ലാം ഏൽപ്പിച്ചിട്ടാണ്
ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വരുമ്പോൾ കാശ് കൊടുക്കരുത് കേട്ടോ. ഔട്ട്സൈഡ് കേരളയാണ് പറയുന്നത്. കേരളത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടില്ല. ഔട്ട്സൈഡ് കേരളയാണ് അങ്ങനെ കാശ് വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, കാശ് ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും ഡെലിവറി ബോയ് വന്ന് കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കരുത് കേട്ടോ. അതായത് നിങ്ങൾ ആൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തതാണ്, പിന്നെ എക്സ്ട്രാ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തന്നെ കൊറിയറിനുള്ള കാശ് അടച്ചിട്ടാണ് അവരെ ഏൽപ്പിക്കുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളൊരു 20 ഡേയ്സെങ്കിലും പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളൊരു 15-20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ പ്ലാന്റ് അയക്കുള്ളൂ. മുന്നേ ഓർഡർ ചെയ്തവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടത് എനിക്ക് തോന്നുന്നു April 1st ഒക്കെ ആയിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ അവർക്ക് കിട്ടി തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയവർ ഇതിൻ്റെ താഴെ മെസ്സേജ് അയക്കുക കേട്ടോ, കമൻ്റ് ഇടുക. കിട്ടിയിട്ട് ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുമിച്ചിട്ടാണ് 50-100 ഓർഡേഴ്സൊക്കെ ഒരുമിച്ചിട്ടാണ് അയക്കുന്നത്. ഓരോ ആളുകൾക്കും ഓരോന്നായിട്ട് അയക്കുകയല്ല ചെയ്യുന്നത്, ഒരുമിച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് കേട്ടോ. നിങ്ങളുടെ പ്ലാന്റ് നിങ്ങൾ ഓർഡർ തന്നതിന് ശേഷം നമുക്ക് ആ പ്ലാന്റിനെ ഡ്രൈ ആക്കിയിട്ട് വേണം അയക്കാൻ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നിങ്ങൾ അഡ്രസ്സ് എഴുതിയിടേണ്ട ഈ ഫോമാറ്റ് ഇതുപോലെയാണ് കേട്ടോ. നെയിം, അതിൻ്റെ താഴെയായിട്ട് അഡ്രസ്സ്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഫോൺ നമ്പർ, പിൻകോഡ്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വേണ്ട കോഡുകൾ. അതായത് ഇപ്പോൾ 10 ചെടികളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 10 എണ്ണത്തിൻ്റെ കോഡുകൾ താഴെ ഇടുക. ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ അത്യാവശ്യം സ്റ്റോക്കുകളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ 10 ചെടികളാണെങ്കിൽ 15 എണ്ണത്തിൻ്റെ കോഡ് ഇടണ്ട, 10 എണ്ണത്തിൻ്റെ തന്നെ ഇട്ടാൽ മതി. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അറിയിക്കാം. അങ്ങനെ കോഡ്സ് വേറെ എഴുതിയിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് 10 ചെടികളാണോ വേണ്ടത് ആ 10 ചെടികളുടെ നമ്പേഴ്സ് എഴുതിയിടുക കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയിടണം കേട്ടോ. ഇതാണ് ഒരു ഫോമാറ്റ് വരുന്നത്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിടുക. എന്നാലാണ് നമ്മൾ ഓർഡർ കൺഫേം ആക്കുന്നത് കേട്ടോ. അതുപോലെ അഡീനിയം നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ എനിക്ക് ഫോട്ടോ എടുത്തിടണം. കാരണം നമുക്കറിയണം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഫർദറായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക നിങ്ങൾ ഈ ഫോട്ടോ ഇട്ട് തന്നാൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയ ഉടനെ തന്നെ ഒന്നല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങൾ എടുക്കാൻ മറക്കരുത്. എന്നിട്ട് വേണം നിങ്ങൾ നടാൻ കേട്ടോ. നടുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കോഡെക്സിൻ്റെ താഴെ മണ്ണ് പറ്റുള്ളൂ. കോഡെക്സിൻ്റെ മുകളിലായിട്ട് മണ്ണിടരുത്. നമ്മളതിനെ ഇളകാത്ത രീതിയിലൊന്ന് വെച്ച് കൊടുക്കേ വേണ്ടുള്ളൂ. വേരിറങ്ങി പൊക്കോളും. ഒരിക്കലും കോഡെക്സ് നനയുന്ന രീതിയിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് വാങ്ങുന്നവർ, ഞാനൊരു മിനിമം ക്വാണ്ടിറ്റി ക്രൈറ്റീരിയ 5 വെച്ചതുകൊണ്ട് 5 ചെടികൾ വാങ്ങുന്നുണ്ട്. പക്ഷേ 5 ചെടികൾ വാങ്ങുന്നതും 10 ചെടികൾ വാങ്ങുന്നതും നിങ്ങൾക്ക് ഒരുപോലെയാണ്. കാരണം കൊറിയർ ചാർജസ് സെയിം തന്നെയാണ് വരുന്നത്. 10 ചെടികൾ വരെ ഒരു കൊറിയർ ചാർജാണ്. പിന്നെ 15 ചെടികൾ, 20 ചെടികൾ, അങ്ങനെയാണ് കൊറിയർ ചാർജസ് വരുന്നത്. അതുപോലെ നിങ്ങൾ 10 ചെടികൾ വാങ്ങിയാലും 20 ചെടികൾ വാങ്ങിയാലൊക്കെ പ്രൈസ് സെയിം തന്നെയാണ് കേട്ടോ. പ്ലാന്റിൻ്റെ പ്രൈസ് സെയിം തന്നെയാണ്. കൊറിയർ ചാർജസ് ആണ് വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. 10 ചെടികൾക്ക് എത്രയാണെന്നുണ്ടെങ്കിൽ അത് സ്ഥലം അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ കൊറിയർ ചാർജ് എടുത്ത് പറയാത്തത് കേട്ടോ. ഒരു സ്ഥലം അനുസരിച്ചിട്ട് സ്റ്റേറ്റ് വ്യത്യാസം, കേരളത്തിൽ നിന്ന് മാത്രമല്ല വാങ്ങുന്നവർ, പുറത്തുനിന്ന് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. മെയിനായിട്ട് ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓർഡർ തരുന്ന ചെടി, എത്ര ചെടിയാണ് ഓർഡർ തരേണ്ടത് അതിൻ്റെ കോഡ് നമ്പർ എഴുതിയിടുക. അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അയക്കുള്ളൂ. അതായത് 20 ഡേയ്സ് കഴിഞ്ഞിട്ട് അയക്കുള്ളൂ. അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 20 ഡേയ്സ് ഞാനൊരു കണക്ക് പറഞ്ഞതാണ്. 15 to 20 ഡേയ്സിനുള്ളിൽ അയക്കും. അത് കഴിഞ്ഞൊരു 1 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് വീട്ടിലേക്ക് എത്തും ചെയ്യും. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. പിന്നെ അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, ദയവ് ചെയ്ത് ഫോൺ കോൾസ് വിളിക്കരുത്. നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫോൺ കോൾസ് നിങ്ങൾ ഫോൺ വിളിച്ചാൽ തന്നെ നമ്മൾ എടുക്കില്ല. വാട്സപ്പിലാണെങ്കിൽ കൂടെ ഒരു തവണ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ടൈം എടുത്താണെങ്കിലും റിപ്ലൈ തരും. പക്ഷേ മെസ്സേജ് അയച്ച ഉടനെ തന്നെ റിപ്ലൈ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ല. കാരണം നമുക്ക് വേറെയും വർക്കുകളുള്ള ആളുകളാണ്. എല്ലാ വീഡിയോയിൽ പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു മെസ്സേജ് അയച്ച് അവർ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ വാട്സപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് നിർത്തുക. കാരണം നമുക്ക് ഒഴിവുള്ള സമയത്ത് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച് മിസ്സടിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ആദ്യം തരണം എന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ആരാണോ മെസ്സേജ് അയച്ച് അവർക്കാണ് ആദ്യം റിപ്ലൈ കൊടുക്കുക കേട്ടോ.
അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.